ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് ഉപാധികളോടെ രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ഇതോടെ 3 ബലാത്സംഗ കേസിലും രാഹുലിന് ജാമ്യമായി. വിഷ്ണു സുരേഷ് വാർത്തകളിലും ചേർന്നു. വിഷ്ണു, ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന പ്രോസിക്യൂഷൻ വാദം ആവർത്തിക്കൽ മാത്രമായിരുന്നില്ല. ഈ കേസിൽ ഒരു ഘട്ടത്തിൽ പരാതിക്കാരി കൂടി കക്ഷി ചേരുകയും നേരിട്ട അനുഭവങ്ങൾ കോടതി അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നിട്ടും ആ കേസിൽ രാഹുലിന് അനുകൂലമായ കേസ് വരുന്നത് എങ്ങനെയാണ് വിഷ്ണു? ഹാഷ്മി ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന വാദം നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ ഈ വാദം നടക്കുന്നതിൽ പറഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ് രാഹുലിനെതിരെ ആദ്യത്തെ കേസ്. മറ്റ് 2 കേസുകളും രജിസ്റ്റർ ചെയ്തത് ഇതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന ആദ്യത്തെ കേസിന്റെ അടിസ്ഥാനത്തിൽ പറയാനാകില്ല എന്നാണ് കോടതി ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന പ്രോസിക്യൂഷന്റെ വാദത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ആ വാദം അപ്പോൾ തന്നെ ഒളിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. പിന്നാലെ അതിജീവിത പറഞ്ഞത് തനിക്ക് ഈ ജീവനുമായി ഭീഷണിയുണ്ട്, രാഹുൽ പുറത്തിറങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, ഉന്നത സ്വാധീനമുള്ള ആളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിജീവിതം മുന്നോട്ട് വെച്ചു. വളരെ ബ്രൂട്ടലായ ഒരു ബലാത്സംഗമാണ് താൻ നേരിട്ടത് എന്ന് അതിജീവിത അഫിഡവിറ്റിലും അതോടൊപ്പം തന്നെ അവരുടെ അഭിഭാഷകൻ കോടതിയിലും പറഞ്ഞിരുന്നു. ഒപ്പം 17-ാം തീയതി, അതായത് ഒരു മാർച്ച് 17-ാം തീയതിയാണ് രാഹുൽ അതിബ്രൂട്ടലായി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന ആ പെൺകുട്ടി തന്നെ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ 17-ന് ശേഷം 2 ദിവസം, അതിന് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം പെൺകുട്ടി പാലക്കാട് പോയി. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി കോടതിക്ക് മുമ്പാകെ രാഹുലിൻ്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. അതായത് 17-ാം തീയതി ബ്രൂട്ടലായി പീഡിപ്പിച്ച ഒരാളുടെ മുൻപിലേക്ക് വീണ്ടും 2 ദിവസത്തിന് ശേഷം ഫ്ളാറ്റിൽ പോയി. അതെങ്ങനെയാണ് പിന്നീട് ഇവർ തമ്മിലുള്ള സൗഹൃദമല്ലേ സൂചിപ്പിക്കുന്നത് എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ വാദങ്ങളൊക്കെ രാഹുലിൻ്റെ അഭിഭാഷകൻ ഒന്നൊന്നായി പൊളിക്കുന്ന സാഹചര്യം കോടതിയിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരിക്കുന്നത്. 16-ാം തീയതി രാഹുൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണം. അതിനുശേഷം രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോടതി ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കണം. 3 ദിവസം രാഹുലിന് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് വിട്ടു നൽകിയിട്ടുണ്ട്. 10 മണി മുതൽ 4 മണി വരെ സമയത്താണ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടക്കുക. ആ അന്വേഷണ സമയത്ത് രാഹുൽ പൂർണ്ണമായി അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മൊബൈൽ ഫോൺ ഹാജരാക്കണം. കാരണം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പെൺകുട്ടി നൽകിയ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇത് രാഹുൽ തന്നെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ്. അത് അങ്ങേയറ്റം ഗൗരവകരമായ ഒരു കുറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുലിനോട് മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം സാക്ഷികളെ ബന്ധപ്പെടരുത്, പരാതിക്കാരെ ബന്ധപ്പെടരുത്, ആരെയും സ്വാധീനിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുലിന് കർശന ഉപാധികളുമായി ഇപ്പോൾ കോടതി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. ഈ 2ാമത്തെ കേസിൽ നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. 3ാമത്തെ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് തിരുവല്ല കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. 1ാമത്തെ കോടതിയിൽ മാത്രമാണ് രാഹുലിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും പോലീസിന് പോകാൻ പറ്റാതിരുന്നത്. അതിന് കാരണം രാഹുൽ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഉടൻ തന്നെ രാഹുൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും വന്നു. ആദ്യം തന്നെ അതിന് നോട്ട് അറസ്റ്റ് കിട്ടി. ഇപ്പോൾ ആ ജാമ്യാപേക്ഷ കോടതി അംഗീകരിച്ച് രാഹുലിന് കർശന ഉപാധികളോടെ ജാമ്യവും അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ ജാമ്യം അനുവദിക്കുന്നത് തന്നെ ജീവന് ഭീഷണിയാണ്. ഒരുപാട് പെൺകുട്ടികളെ സമാനമായ രീതിയിൽ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പരാതിക്കാരി കോടതിയിലെത്തി കോടതിയെ അറിയിച്ചതാണ്. അതോടൊപ്പം ജാമ്യം കിട്ടി രാഹുൽ പുറത്തേക്ക് പോകുന്ന തെളിവ് നശിപ്പിക്കാനും കാരണമാകും തുടങ്ങിയ കാര്യം കൂടി പരാതിക്കാരി നേർക്കുനേർ കോടതിയെ അറിയിച്ചതാണ്. അത് കോടതി വിലയിരുത്തിയത് എങ്ങനെയാണ്? ഈ ഉഭയകക്ഷി ലൈംഗിക ബന്ധമെന്ന രാഹുലിന്റെ വാദം കോടതി അംഗീകരിച്ചു എന്ന് വിശ്വസിക്കാവോ, എന്ന് കരുതാവോ വിഷ്ണു? ഹാഷ്മി, പ്രാഥമികമായി അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകൾ, രണ്ടുപേരും തമ്മിൽ നടത്തിയിട്ടുള്ള ചാറ്റുകളൊക്കെ ഓപ്പൺ കോടതിയിൽ തന്നെ ജഡ്ജ് കാണുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തതാണ്. ഒപ്പം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഒരു അവിവാഹിതനാണ്. അതുകൊണ്ട് തന്നെ വിവാഹിതയായ സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുണ്ടാകുന്നത് പ്രശ്നമല്ല എന്ന് പോലും കോടതി നിരീക്ഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി രാഹുലിന് ജാമ്യം ലഭ്യമാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രാഹുലിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇത് ഏതൊക്കെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് ജാമ്യം ലഭിച്ചത് എന്ന് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ സ്വാഭാവികമായും ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവരേണ്ടിയിരിക്കും. ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവരിക. ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച് ആവർത്തിച്ച് പറഞ്ഞത് രാഹുൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നാണ്. അത് കോടതി വളരെ കൃത്യമായി തന്നെ കോടതി അത് തള്ളിക്കളഞ്ഞു. കാരണം ആദ്യത്തെ കേസാണിത്. ആദ്യത്തെ കേസിന് മുൻപ് ആന്റിസിഡൻസ് ഒന്നും രാഹുലിന് ഇതുമായി ബന്ധപ്പെട്ടില്ല. പ്രീ ഇൻസിഡൻസ് ആണുള്ളത്. അതായത് ഈ കേസിന് പോസ്റ്റ് ഇൻസിഡൻസ് ആണുള്ളത്. അതായത് ഈ കേസിന് ശേഷമാണ് രാഹുലിന്റെ മറ്റ് 2 ബലാത്സംഗ കേസുകളും രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന്
സ്ഥാപിക്കാൻ പറ്റില്ല, അങ്ങനെ പറയാനാകില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഹാബിച്വൽ ഒഫൻഡർ എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കാൻ കോടതിക്ക് സാധിക്കാതെ പോയത്. കോടതി അത് തള്ളിക്കളയുകയും ചെയ്തത്. പക്ഷേ ഈ അതിജീവിത പറഞ്ഞ പല കാര്യങ്ങളും കോടതി ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദൃശ്യം പകർത്തി തുടങ്ങിയ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ജീവനും സ്വത്തിനും ജീവന് ഭീഷണിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിജീവിത പറഞ്ഞത് കോടതി അങ്ങേയറ്റം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. രാഹുലിന്റെ ഭാഗത്ത് അത്തരം നടപടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ജാമ്യവ്യവസ്ഥയിൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് പരാതിക്കാരെ കാണരുത്, സാക്ഷികളെ ഭീഷണിപ്പെടുത്തരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപാധികളോടെ തന്നെ വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാഹുലിന് ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് പോയത്. അതിന്റെ മെറിറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ വിശദമായ ജാമ്യത്തിന്റെ പകർപ്പ് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ ബെഞ്ചാണ് ഈ ജാമ്യം നൽകിയിട്ടുള്ളത്. ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ ഹാബിച്വൽ ഓഫൻഡിങ് അല്ലെങ്കിൽ അതാണ് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് പറയാനുള്ള അത് തള്ളിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിന് മുൻപ് രാഹുലിന് സമാനമായ കേസുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നാണ് പരാതിക്കാരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് കോടതി പറഞ്ഞത്. അതോടൊപ്പം ഈ നഗ്ന വീഡിയോകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ കുറ്റമാണ് എന്നുകൂടി കോടതി നിരീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഹാബിച്വൽ ഒഫൻഡറാണെന്ന വാദമോ അത് ബലാത്സംഗമാണെന്ന വാദമോ ഒന്നും കോടതി ഈ ജാമ്യത്തിൻ്റെ വേളയിൽ മുഖവിലക്കെടുക്കുന്നില്ല. പിന്നീട് ട്രയലിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ സാഹചര്യം മാറിയേക്കാം. പക്ഷേ ഈ ജാമ്യത്തിന്റെ ഘട്ടത്തിൽ ആ വാദങ്ങൾ തൽക്കാലം കോടതി മുഖവിലക്കെടുക്കുന്നില്ല എന്ന് വേണം ആ ജാമ്യാപേക്ഷ അനുവദിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.